അതുകൊണ്ട് നമുക്കൊരു ചെറിയ പോസ്റ്റ്മോർട്ടം ആദ്യ ആളൊന്ന് വന്നോട്ടെ പറയട്ടെ. തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു എന്ന് പാച്ച നുണയല്ലേ നീ പറഞ്ഞത്? എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഒന്നിനും കഴിയാത്ത ഒരു വാപ്പയുടെ അടുത്തുപോയി എനിക്ക് വീടുണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ വാപ്പക്കത് കഴിയില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്. ഉപമ എങ്ങോട്ടാണ്? പറയുന്ന കാര്യത്തിലേക്കാണ്, അല്ലാതെ തളർന്നു കിടക്കുന്ന വാപ്പയിലേക്കല്ല. ഇത് മനസ്സിലാക്കാൻ ആനത്തലയോളം ബുദ്ധിയൊന്നും വേണ്ട. മനസ്സിലായോ? അയാൾ പറഞ്ഞ ആർക്കോ തിരിഞ്ഞോ? അയാൾ എന്താ ഈ പറയണ? അയാൾക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ പറയലിനോടാണ്. ഏത് പറയൽ? ഏതാ മുശബ്ബഹ്? ഏതാ മുശബ്ബഹ് ബിഹി? ഏതാ വജുഹു ശബഹ്? മനസ്സിലായില്ല. ഒരു സംഗതിയെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ അവിടെ ഒരു മുശബ്ബഹ് ഉണ്ടാവും, സാദൃശ്യപ്പെടുത്തുന്ന സാധനം. ഏതിനോടാണോ സാദൃശ്യം അതിനാ മുശബ്ബഹ് ബിഹി എന്നറിയാം. ഇപ്പം സിംഹം, സെയ്ദ് സിംഹത്തെ പോലെയാണ് എന്ന് പറയാണ്. അപ്പോൾ സെയ്ദ് എന്നതിനെ സിംഹത്തിനോട് ഉപമിക്കുന്നു. സെയ്ദാണ് മുശബ്ബഹ്, മുശബ്ബഹ് ബിഹിയാണ് സിംഹം. ഏത് വിഷയത്തിലാണ്? ധീരനാണ് എന്ന വിഷയത്തിലാണ്. അതിനാണ് വജുഹു ശബഹ് എന്നറിയാം. വജുഹു ശിബുഹ് എന്നൊക്കെ പണ്ട് വായിച്ച് വിവാദം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിങ്ങനെ വരെ പഠിപ്പിക്കുകയാണ്. നിറ്റ ഓതാനും വരൂല, ഉള്ള സമയത്ത് അണ്ടി പൊറുക്കാൻ നടക്കും, ഇത് പഠിക്കൂല. എന്നിട്ട് നമ്മളിത് ഫുള്ള് പഠിപ്പിച്ചു കൊടുക്കണത് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കണ പോലെ പറച്ചിൽ. എന്ത് പറച്ചിലിനോട്? അയാൾ എന്താണ് പറയുന്നത്? എന്ത് പേരോട്? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കുല്ലുഹും മജ്മഊൻ, നിങ്ങളുടെ എല്ലാ FB പേജുകളും എല്ലാ യൂട്യൂബർമാരും കൂട്ടത്തോടെ ഇറങ്ങിയാലും കാലഘട്ടത്തിന്റെ ശാപമായ പേരോടിനെ വെളിപ്പിച്ചെടുക്കാൻ കഴിയില്ല. കാരണം അയാൾ പിഴച്ചുപോയി. കാരണം അയാൾ തൊട്ടത് ശൈഖ് മടവു. എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? ഖുതുബുൽ ആലം എന്ന പേരിനെ അയാൾ ചോദ്യം ചെയ്തു, ഫിൽ ആലമാക്കിയ അയാൾ അല്ലേ? പൊന്മള എന്തൊക്കെയാ പറഞ്ഞത്? പക്ഷേ സാവിയത്തു സൂഫിയുടെ ഈ പോരാട്ടം മുന്നോട്ട് പോയപ്പോ ഞാൻ പേരോടിനെ വെല്ലുവിളിക്കുകയാണ്, പൊന്മളയെയും. വർഷങ്ങൾക്ക് മുമ്പ് മടവൂര് ശൈഖുനയെ കുറിച്ച് ഖുതുബുൽ ആലം എന്ന് പറയാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആ പേരിന് അതല്ല അർത്ഥം കൊടുക്കേണ്ടതെന്നും അതുപോലെ ജദ്ബിലാണെന്നും അതുപോലെ സാക്ഷിക്ക് പറ്റൂല എന്നും അന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം ഇന്നൊന്ന് ആവർത്തിച്ചു പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. കഴിയില്ല നിങ്ങൾക്ക്. കാരണം എന്താ? ജനങ്ങൾ അത് മനസ്സിലാക്കിപ്പോയി. ആരാ മടവൂര് ശൈഖുനാന്ന് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മശായിഖ് പഠിപ്പിച്ചു അവരെ, കാലം പഠിപ്പിച്ചു അവരെ. നീ വന്നിട്ട് ഇത് പറഞ്ഞാൽ പങ്ങൾ 824 നിഷേധിക്കാൻ നോക്കുക, എടുക്കാങ്ങളെ പോക്ക്. എന്നിട്ട് ഹബീബായ തങ്ങളെക്കുറിച്ച് അയാൾ പറഞ്ഞത് വളരെ കൃത്യം, വളരെ കൃത്യം. അയാളുടെ പ്രസംഗത്തിൽ, ഒരു പ്രസംഗത്തിലല്ലത് ഒരുപാടുണ്ട്. അയാൾ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ വിഷയം? ഹബീബായ മുത്തു റസൂൽ, റസൂലുള്ളാഹിനെ വിളിക്കുന്ന സ്ഥലത്താണ് അത് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നിട്ട് അയാൾ അവിടെ കൊണ്ടുവരികയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് ഏതുപോലെ? അയാൾ പറയട്ടെ, കേട്ടോളൂ. കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ അങ്ങയെ മുൻനിർത്തി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നബിയെ, ലിതഖദിയ ലി, അവിടുന്ന് ഈ വിഷയം നിറവേറ്റി തരാൻ അവിടുന്ന് ഇടപെടണമെന്നാ പറയുന്നത്. അങ്ങനെ അതാണ് ഇസ്തിഗാസ, ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക. അതാണ് അതിന്റെ പോയിന്റ്. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ. ഒരാൾ ചോദിക്കുക, തങ്ങൾക്ക് നിർവഹിച്ചു തരാൻ കഴിയുമോ? ഇല്ല, ഇല്ല. അതാണ് വിഷയം. നിർവഹിച്ചു തരാൻ കഴിയില്ല. എന്നിട്ട് അതിന്റെ ഉദാഹരണം പറയുകയാണ്. ആദ്യം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വെക്ക്. ഇടപെടാൻ ആവശ്യപ്പെടുക. ലിതഖദിയ ലി, തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ? ഇല്ല. നിർവഹിക്കേണ്ടവൻ അള്ളയാണ്. അപ്പൊ തങ്ങൾ നിർവഹിക്കണോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണമെന്ന്. എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല. പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ്. അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ പറയുന്നതാണത്. അതുപോലെയാണ് ആദ്യത്തെ ഉദാഹരണം. ആദ്യം അയാൾ പറഞ്ഞ വാപ്പനെ പറയുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണം. ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നു പള്ളി ഉണ്ടാക്കി തരണം.
എനിക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇടപെടണം. അപ്പോ ഹബീബായ തങ്ങളോടുള്ള ചോദ്യത്തെ ഇയാളോട് പള്ളി ഉണ്ടാക്കാൻ ചോദിക്കുന്നതിനോട് ഉപമിക്കുകയാണ്. മുശബ്ബഹ് ബിഹി ഇയാളോടാണ് ഉപമിക്കുന്നത്. ആരോട് ചോദിക്കുന്നതിനാണ് ഉപമിച്ചത്? മുത്തു റസൂല്. ഏത് വിഷയത്തിലാണോ ഉപമിച്ചത്? നേർക്ക് നേരെ ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നതിൽ. എന്നിട്ട് ഈ ഉദാഹരണം മതിയായില്ല ഈ ചങ്ങായിക്ക്. ഇത് മതിയായില്ല. കാരണം പള്ളി ഉണ്ടാക്കാൻ അയാൾക്ക് വേണമെങ്കിൽ ഒരു കല്ലൊക്കെ എടുക്കാൻ കഴിയുമല്ലോ, സഹായിച്ചു കൊടുക്കാലോ. അപ്പൊ ഉടനെ അയാൾ അടുത്ത വാക്ക് എന്ത് ഒന്നുകൂടി വ്യക്താക്കാൻ, അവശനായ പിതാവ്. അവശനായ പിതാവ്. ആ പിതാവിനോട് മകൻ വന്ന് പറയുന്നു വീടുണ്ടാക്കണം. അപ്പൊ പിതാവ് എന്ന ഈ ആളോട് വീടുണ്ടാക്കാൻ പറയുന്നതാണ് മുശബ്ബഹ് ബിഹി. ഏത് പിതാവ്? കഴിവുകെട്ട പിതാവ്. ആ പിതാവിനോട് വന്നിട്ട് പറയാണ് വീടുണ്ടാക്കി തരണം. അതിനോട് സാദൃശ്യപ്പെടുത്താണ്. എന്തിനെ? ഹബീബായ റസൂലുള്ളാഹി, ലോകം മുഴുവനും അല്ല കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി കൊടുക്കാൻ ഒന്നും ബാക്കിയില്ല. ഉഅതീതു മഫാതീഹ ഖസാഇനിൽ അർളി വസ്സമാ. ആകാശവും ഭൂമിയും ലോകത്തുള്ള സർവ്വവസ്തുക്കളും അതിന്റെ നിയന്ത്രണം എനിക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നിട്ട് എന്റെ ആവശ്യം വീട്ടിത്തരണേ എന്ന് പറയുന്നതിനെ അവശനായ വാപ്പയോട് ചോദിക്കുന്നതിനോട് ഉപമിക്കുകയാണ്. ഏത് വിഷയത്തിൽ ചോദിച്ചാൽ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്ന വിഷയത്തിൽ. ആർക്കാനോടോ അവിടെ ഇഖ്തിലാഫ്? ഈ പറഞ്ഞതിനെ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കാനാ? ഒന്ന് കേട്ടോളൂ അയാൾ അടുത്ത് പറയുന്നത്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അല്ലാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ്. കൃത്യമാണ്. ആ ബുദ്ധി വേണോ അതിന്? ഒരു മന്ദബുദ്ധി എങ്കിലും ഉണ്ടായ പോരെ? മന്ദബുദ്ധിക്കെങ്കിലും തിരിയില്ല അത്. കാരണം രണ്ട് ഉദാഹരണ വെക്കുകയാണ് ഇയാൾ. അവശനായ പിതാവ്. ആ പിതാവിനോട് മകൻ വന്ന് ചോദിക്കുന്നു എന്ത് വീട് വേണം. അതാണ് മുശബ്ബഹ് ബിഹി. എന്തിനെയാണ് സാദൃശ്യപ്പെടുത്തിയത്? ഒരാൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു എന്റെ ആവശ്യം വീട്ടി തരണം. രണ്ടും ഒരുപോലെയാണ്. ഏത് വിഷയത്തിൽ? നേരിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. എന്തിനേ കഴിയുള്ളൂ? ഇടപെടാൻ. അള്ളാഹിനോടൊന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിത്തരണേ. ഇതാണോ മുഹമ്മദുർ റസൂലുള്ളാഹി? ഇതാണോ ഹബീബ് റസൂലുള്ളാഹ്? അങ്ങനെ ചോദിക്കുന്ന തവസ്സുലുണ്ടാകാം. പക്ഷെ അവിടെയും അവശനായ വാപ്പയോട് ആരും ഉപമിക്കാൻ പറ്റൂല. സർവ കഴിവുമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ, അതാ പറഞ്ഞ അയാളെ ന്യായീകരിച്ച് നിങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ബിദ്അത്തിൽ നിങ്ങൾ ചെന്നുപെടും. മശായിഖ് വെറുതെ അല്ല പറഞ്ഞ് ഇന്ന് ഏറ്റവും പഴച്ചവർ AP സമസ്തയാണ്. സുലൈമാൻ മൗലവിയെ പോലുള്ളവർ ഒഴിവാക്കിയാളി. ബിദ്അത്തുകാരെക്കാൾ എന്ന് പറഞ്ഞാൽ വഹാബിയേക്കാൾ വലിയ വഹാബിയൊന്നല്ല ഈ വരുന്നുണ്ട്. അതിലേറെ കെട്ട സാധനം. അവിടെ നിന്ന് നിൽക്കൂല ഈ സാധനം. ആരെക്കുറിച്ചായി പറയുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ലാസ്റ്റ് അവൻ പറയണ എന്താ അറിയോ? ഇനി നിങ്ങൾ പറയുന്നത് പോലെയാണെന്ന് സമ്മതിച്ചു കൊടുക്കുക. ഏത്? കഴിവുകെട്ട വാപ്പനോടാണ് ഉപമിച്ചത് എന്ന് സമ്മതിക്കുക. എന്നാ തന്നെ എന്താ പ്രശ്നം? ആരെക്കുറിച്ചായി പറയുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ്, എവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്? ആരെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്? ആദ്യം ഒന്ന് ന്യായീകരിക്കാൻ നോക്കി, നടക്കൂല എന്ന് അവനറിയാം. ഉടനെ അടുത്ത ചാട്ടം. അവിടെ ചെറിയ ന്യായീകരണത്തിന് ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കേട്ടോ അടുത്ത്. പച്ച മലയാളത്തിൽ പറഞ്ഞതിനെ പോലും
ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ. ഇനി ഈ ചങ്ങാതി പറഞ്ഞതുപോലെ കഴിവുകെട്ട വാപ്പായോട് നബിതങ്ങളെ ഉപമിച്ചു എന്ന് ഒരു വാദത്തിന് വേണ്ടി നമ്മൾക്ക് സമ്മതിച്ചു കൊടുത്താൽ തന്നെ ഒരിക്കലും അത് പേരോട് ഉസ്താദ് പറയുന്നില്ല കേട്ടോ. പേരോട് ഉസ്താദ് അവിടെ ഉപമപ്പെടുത്തുന്നത് തന്നെ ആ വാപ്പയോട് പറയുന്നത് പോലെ പറച്ചിലിനെയാണ് ഉപമിക്കുന്നത്. ഇനി ഇവന്റെ വാദത്തിന് വേണ്ടി നമ്മളങ്ങനെ സമ്മതിച്ചാൽ തന്നെ ഇവൻ എന്തൊക്കെ തള്ളണ്ടി വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി എന്നിട്ട് അടുത്ത ഹദീസിലേക്ക് പോവുക. ഇതിനെ ന്യായീകരിക്കുകയാണ്. ആദ്യൊരു പറച്ചിൽ പിന്നെയും പേരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ പറച്ചിലിനെയാണ്, ആ പറച്ചിലിനെ ഞങ്ങളും പറയുന്നത്. ആ പറച്ചിലിനെയാണ്. ഏത് പറച്ചിലിനോട്? പാപ്പ വീടുണ്ടാക്കി തരണം എന്ന് പറയുന്ന പറച്ചിലും ഹബീബായ തങ്ങളോടുള്ള പറച്ചിലും ഒരുപോലെയാണ്. ഏത് വിഷയത്തിൽ? ചെയ്തു തരാൻ പറ്റൂല എന്നുള്ള വിഷയത്തിൽ. ഇത് ഇനിയും മനസ്സിലാകാത്തവരോട് എന്താ ബാലുശ്ശേരി പറയാനുള്ളത്? ഈ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല രസമല്ല, എന്നെ ഇടപെടും. അല്ല വേറെ രക്ഷല്ല. ഇത് മലയാളല്ലേ, ആർക്കത് തിരിയാത്തത്? മുഷബ്ബഹും മുഷബ്ബഹും ഒക്കെ തിരിഞ്ഞിട്ട് തിരിയാത്തവരോട് ഓൻ ഇതേ പറയാനുള്ളൂ. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതവിടെ ഇരിക്കട്ടെ. ഇനി ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് വരാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിട്ട് ഇയാൾ കൊണ്ടുപോയിട്ട് എവിടെ എത്തിച്ച നേരങ്ങള്? ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് എടുത്തു. ആ ഹദീസിൽ ഹബീബായ തങ്ങൾ അവിടത്തെ കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്, അനൽ ലബിന. ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുൻതു അന തിൽക്കൽ ലബിന. അത് വെച്ചിട്ട് ഹബീബായ തങ്ങളെ ഇഷ്ടികയാക്കാൻ നോക്കുകയാണ് ഈ ചങ്ങായി. ഇഷ്ടിക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പറയാ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഇഷ്ടികക്ക് ഒന്നിനും കഴിയൂലല്ലോ. ആ ഇഷ്ടികയാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരോണ്ട് എന്തുകൊണ്ട് കഴിവുകെട്ട വാപ്പ എന്ന് പറഞ്ഞുകൂടാ? എങ്ങനെയുണ്ട് ഏപ്പിക്കാർ? എവിടെ എത്തി നിങ്ങൾ? അയാൾ പറഞ്ഞോട്ടെ എന്ന് ഞാൻ പറയാം. എന്താ ഈ ഇഷ്ടിക വെക്കാത്തത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഫഅനൽ ലബിന, ഞാനാണ് ആ ഇഷ്ടിക, വഅന ഖാത്തിമുൻ നബിയീൻ, ഞാനാണ് നബിമാരിൽ അവസാനത്തെയാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തെ ഉപമിച്ചത് ഒരു ഇഷ്ടികയോടാണ്. ഇനി നീ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഇബ്ലീസിനെ നന്നാക്കിക്കൊണ്ട് പ്രസംഗിക്കുമോ നൗഷാദെ? ഒരു ഉപമ പറയുന്നത് എന്തിനാണെന്ന് പോലും തിരിയാത്തൊരു ചെങ്ങാതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉപമിച്ചത് ഒരു ഇഷ്ടികയോടാണ്. അങ്ങനെ ഉപമ പറയുന്നതൊക്കെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടാനാണെന്ന് ഈ ചെങ്ങാതിയെ ആരാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഈ ജാതി പറഞ്ഞു മനസ്സിലാക്കലാണെങ്കിൽ നിങ്ങളെ ഓഫീസിലേക്ക് കാളം തിരിച്ചു പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് നിങ്ങളെ ഉപദേശം ആവശ്യമില്ല. ഇഷ്ടികയാണെന്ന് പറഞ്ഞ എന്താ ഈ മനസ്സിലാക്കിയത്? മനസ്സിലാക്കിയപ്പോ എന്താ പറയുക? കഴിവുകെട്ട വാപ്പനോടാ പേരോട് ഉപമിച്ച്. അപ്പൊ ഇഷ്ടികാറിന് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാധനമാണല്ലോ. അപ്പൊ ഒന്നും കഴിവില്ലാത്തൊരു മണ്ണും കട്ടനോട് ഹബീബായ തങ്ങളെ ഒരു റസൂൽ എന്നെ ഉപമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കത് പറയാം. എങ്ങനെയുണ്ട് എന്റെ ഉപമ? ഇതാണ് ഞങ്ങളെ മശായിഖിന്റെ വാക്ക്. ഏറ്റവും പഴച്ചു കിടക്കുന്നവർ നിങ്ങളാണ് എന്നവർ പറഞ്ഞത്. അതേ ശംസുൽ ഉലമ പറഞ്ഞത് എന്ത്? നിങ്ങൾ സുന്നിയല്ല എന്ന് പറഞ്ഞതിന്റെ സാക്ഷാത്കാരം. ആ ഹദീസ് മഹത്വമേറിയ ഹദീസാ. ഹബീബായ തങ്ങൾ പറയാണ്, മസലി വമസലുൽ അംബിയാഉ മിൻ ഖബ്ലി കമസലി റജുലിൻ ഇബ്തനാ ബുന്യാന ഫഅഹ്സന വഅക്മല ഇല്ലാ മൗദിഅ ലബ്നത്തിൻ മിൻ സാവിയ. ഹബീബായ തങ്ങൾ ഇങ്ങനെ അമ്പിയാക്കന്മാരെ കുറിച്ച് പറയാണ്. എന്റെയും എൻ്റെ മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരുടെയും ഉപമ. ഒരാൾ ഒരു വീടുണ്ടാക്കി, ഇഷ്ടിക കൊണ്ടുള്ള വീടാണത്. ആ വീട്ടിൽ എല്ലാ ഇഷ്ടികയും വെച്ച് പൂർത്തിയായി. അതിനെ വർണ്ണിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരൊക്കെ വന്ന്, എല്ലാ അമ്പിയാക്കന്മാരും വന്നു. ഇനി അവിടെ ഒരു നബിക്കേ ഇനി സാധ്യത ഉള്ളൂ. അവസാനത്തെ, അതാ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബി. ആ നബിക്ക് വേണ്ടി ലോകം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ അമ്പിയാക്കളും ഉള്ള ആ വീടിനെ ബാക്കിയായിരുന്ന ഒരു സ്ഥലം ഞാൻ അവിടെ വന്ന് ഖാത്തിമുൽ അംബിയ ആയി, അവസാനത്തെ നബിയായി ഞാൻ അവിടെ വന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹത്വമാണോ അത് എന്ന് പറഞ്ഞാൽ
ആ ഉത്തമമായ വീടിന്റെ പൂർത്തീകരണം എന്നിലൂടെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവർ വീടുണ്ടാക്കി, ആ വീട്ടിൽ എല്ലാ ഇഷ്ടികയും വെച്ചു. ഒരു ഇഷ്ടികന്റെ സ്ഥലം മാത്രം ബാക്കിയുണ്ട്. അത് അവസാനത്തേതാണ് വെക്കുന്നത്. അത് വെച്ചാൽ ആ വീട് പൂർണ്ണമാണ്. ഇതുപോലെ ഞങ്ങൾ അമ്പിയാക്കന്മാർ അതിൻ്റെ വീട് പൂർത്തിയായി നിൽക്കുകയാണ്. അവസാന ഒരാൾ വരാണ്ട് ആ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സർവരും. ആ അവസാനം വെച്ച ഇഷ്ടികയാണല്ലോ അതിൻ്റെ പൂർത്തീകരണം. അപ്പൊ അമ്പിയാക്കന്മാരുടെ പൂർത്തീകരണവും അതിൻ്റെ എല്ലാവരും കാത്തിരിക്കുന്ന ഘടകവും അതാണ് ഇവിടുത്തെ വജ്ഹുൽ ശബഹ്. അത് ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെവിടെ എൻ്റെ മണ്ണാങ്കട്ടനോട് യോജിക്കണം? എവിടുന്നാണ് ആ കിതാബ് ഓതിയത്? എവിടേക്കാ നിങ്ങൾ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ഒരു ഇഷ്ടിക എന്ന് കണ്ടപ്പോൾ കഴിവ് കെട്ട വാപ്പനോട് ഉപമിക്കാൻ നോക്കിയതാ. ഇതാരെ വാക്കാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവരെന്തും ചെയ്യട്ടോ, എന്തും ചെയ്യും. എന്തും ചെയ്യുന്നതിൻ്റെ തെളിവെന്താ അറിയോ? ഇനി ഓൻ്റെ ഒരു ചോദ്യമുണ്ട്. ഓൻ്റെ പറഞ്ഞാൽ പേരോട് പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുകയാണ്. പേരോടാണ് ഈ ഇഷ്ടിക അടക്കം പറഞ്ഞു കൊടുത്ത്. ഓന് തലല്ലല്ലോ, മണ്ണാണ് ഉള്ളിൽ. ഇതിൽ മണ്ണാങ്കട്ടയുള്ള അതുകൊണ്ട് ആ ഇഷ്ടിക മനസ്സിലാവാകുന്നത്. എന്നിട്ട് ഇവൻ പറഞ്ഞു കൊടുത്താണ് എന്ത്? എന്താണ് ഇപ്പൊ റസൂലിന് കഴിവില്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം നോ ചോദിക്കുക. എങ്ങനെ? ലോകം പടച്ചത് ആർക്ക് വേണ്ടി? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ആകാശഭൂമികളെ ഇത്രയും സുന്ദരമാക്കിയതൊരു നേതാവിന് വേണ്ടി. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തുള്ള മലക്കുകൾ, ജിന്നുകൾ, ഇൻസുകൾ, സൂര്യൻ, ചന്ദ്രൻ എല്ലാരും ഖിദ്മത്ത് ചെയ്യുന്ന സ്ഥലം അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് എന്ന ഉന്നത സ്ഥാനം അത് നേടിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഅ്തീതു ശഫാഅ, ശഫാഅത്ത് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലോകത്തുള്ള സർവവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ അധികാരം എൻ്റെ കയ്യിലാണ്, സ്വർഗം എൻ്റെ അധികാരത്തിലാണ്. എല്ലാം പറഞ്ഞ ഹബീബ് സർവ കഴിവും അല്ലാഹു കൊടുത്ത നേതാവിനെ സംബന്ധിച്ച് ഇയാൾ പറയുകയാണ്. എന്താ പറയുന്നത്? കഴിവില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ? നിങ്ങളുടെ മനസ്സ് ഏറ്റവും നശിച്ചുപോയി. മടവൂര് ശൈഖുനല്ലേ തൊട്ടത് സെന്റർ പോയിന്റിലായപ്പോ നിങ്ങൾ എവിടെ എത്തി എന്ന് ചിന്തിച്ചോ? ഈ ഒറ്റ ചോദ്യം മതി. ഹബീബായ തങ്ങൾക്ക് കഴിവില്ല എന്നത് എന്തിനാ ഇത്ര കുഴപ്പമാക്കുന്നത്? എന്നിട്ടത് പറഞ്ഞിട്ടുണ്ട് അത്രേ സോവിയിൽ, അത് പറഞ്ഞിട്ടുണ്ട് അത്രേ ദുററുസനിയയിൽ, അത് പറഞ്ഞിട്ടുണ്ട് അത്രേ മറ്റ് കിതാബിൽ. വിളിക്കുന്നു ഞാൻ. നിങ്ങൾ ഈ പറയുന്ന വാദമില്ലേ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല ഒന്നിനുമെന്ന് ഒരു സ്വാബിയിലുമില്ല, ഒരു കിതാബിലുമില്ല, സൈനി ദഹ്ലാൻ തങ്ങളെ കിതാബിലില്ല. കട്ടുമുറിച്ചു വായിച്ചതാണ്. ഹബീബായ തങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണെന്ന് എഴുതി വച്ച ഗ്രന്ഥമാണ് ഇമാം സ്വാബിയുടെ തഫ്സീർ. ആർക്കാ നിങ്ങൾ ഉണ്ടാക്കുന്നത്? എന്നിട്ട് കിതാബ് ആർക്ക് വേണമല്ലോ നിങ്ങളെ കിതാബ്? ഹബീബായ തങ്ങൾക്ക് കഴിവില്ല എന്ന് പറയാൻ കിതാബുമായി വന്നാൽ ആ കിതാബ് വിശ്വാസികൾക്ക് ആവശ്യമില്ല. ഹബീബായ തങ്ങളെക്കാൾ വലിയ കിതാബോ എവിടുന്ന നേറ്റ് വരുന്നത്? വായിക്കണ കേട്ടോളൂ, അയാളെ ചോദ്യം കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണോ? അത് വലിയ എന്തോ കുഴപ്പം പോലെയൊക്കെയാണ് ഇവൻ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാവി ഇമാമ് വഹാബിയാണോ? നീ മറുപടി പറയണം. അടുത്തത് ഞാൻ വായിക്കുന്നു, സൈനി ദഹ്ലാൻ വഹാബിയാണോ? വഹാബികൾക്കെതിരെ എഴുതിയ കിതാബിലാ പറയുന്നത്. എന്താ പറയുന്നത്? ലി അന്ന മആശിറു അഹ്ലിസ് സുന്ന, നമ്മൾ അഹ്ലുസ് സുന്നയുടെ ആളുകളാണ്. ലാ നഅ്തഖിദു, നമ്മൾ വിശ്വസിക്കുന്നില്ല, തഅ്സീറൻ, ഒരു പ്രതിഫലനം ഉണ്ടാക്കലിനെ, വലാ ഖൽഖൻ, സൃഷ്ടിക്കലിനെയും, വലാ ഈജാദൻ, ഉണ്ടാക്കലിനെയും, വലാ ഇഅദാമൻ, ഇല്ലാതാക്കലിനെയും, വലാ നഫ്അൻ, ഉപകാരം ചെയ്യലിനെയും, വലാ ദർറൻ, ഉപദ്രവം ചെയ്യലിനെയും, ഇല്ലാ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു തആലയ്ക്കല്ലാതെ
അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു തഅ്സീർ ഉണ്ടാക്കാനോ, ഒന്നിനെ സൃഷ്ടിച്ചു തരാനോ, ഒന്നിനെ ഉണ്ടാക്കി തരാനോ, ഒരു ഉപകാരം ചെയ്യാനോ, ഒരു ഉപദ്രവം ചെയ്യാനോ ആർക്കും കഴിയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ ഇമാമീങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, ഏത് ഹബീബായ തങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അതാണ് മടവൂര് ശൈഖുനയോട് കളിച്ചതിന് നിങ്ങൾക്ക് കിട്ടിയ ശിക്ഷ. സോവി ഞാൻ വായിക്കാം. സോവി എന്താ പറഞ്ഞത്? അതാ ഫമൻ സഅമ, സോവിയിൽ നിന്ന് ഫമൻ സഅമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅഹാദിൻ നാസ്, ഹബീബായ തങ്ങൾ മറ്റു ജനങ്ങളെ പോലെ ലാ യംലികു ശൈഅൻ നസ്ലാ, ഹബീബായ തങ്ങൾക്ക് ഒരു അധികാരവുമില്ല കേട്ടോ. വലാ നഫ്അ ബിഹി, ഹബീബായ തങ്ങളെ കൊണ്ട് ഉപകാരമില്ല. ലാ ലാഹിറൻ, പ്രത്യക്ഷത്തിലുമില്ല. വലാ ബാത്തിനൻ, ആന്തരികമായിട്ടുമില്ല എന്നൊരുത്തൻ വാദിച്ചാൽ ഫഹുവ കാഫിറുൻ. ഇമാം സ്വാവിയുടെ ഇബാറത്ത്, അവൻ കാഫിറാണോ? ഖാസിറുദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ട കാഫിറാണെന്നാണ് നീ വായിച്ച ഇമാം സ്വാവിയുടെ കിതാബിലുള്ളത്. അതാണ് കൂറ കപ്പലിൽ പോയവർ ഏടെങ്കിലും കണ്ണുകൾ വല നോട്ടം വലാ നഫ്അ വലാ ളറ എന്ന് കാണുമ്പോഴേക്ക് ചാടി ഇറങ്ങുക. വായിക്കാത്തൊരു സുന്നയുടെ ബാക്കി അല്ലാമ സൈനി ദഹ്ലാനെതിരെ എന്താ സംഭവം എന്നറിയങ്ങൾക്ക്? സൈനി ദഹ്ലാൻ എന്ന പണ്ഡിതൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കാലക്കാരനാ. ഇബ്നു അബ്ദുൽ വഹാബ് വാദിച്ചു, എന്ത്? മക്കയിലെ മുശ്രിക്കിനെ പോലെ അള്ളാന്റെ റസൂലിന് സ്വയം കഴിവുണ്ട്, സ്വയം ഉപകാരം ചെയ്യാൻ കഴിയും എന്ന് സുന്നികൾക്ക് വാദമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ വാദത്തെ ഗണ്ണിക്കുകയാണ്. സ്വയം ബിദ്ദാത്ത്, സ്വയം അല്ല കൊടുക്കാതെ സ്വയം എന്ന നിലക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ അങ്ങനെയുള്ള സംഭവം ഇല്ല. അത് ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞ് തെറ്റാണ്. അവനെ ഗണ്ണിക്കുകയാണോ? അതെടുത്തുകൊണ്ടുവന്ന് ഹബീബിന് കഴിവില്ലെന്ന് പറയാൻ നീ ആര്? ഫമൻ സഅമ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യംലികു ശൈഅ, ഹബീബായ തങ്ങൾക്കൊന്നിനും കഴിവില്ല. വലാ നഫ്അ ബിഹി, ഉപകാരമില്ല എന്നൊരുത്തൻ വാദിച്ചാൽ ഫഹുവ കാഫിറുൻ. ഇസ്തിഗ എന്ന് പറഞ്ഞ മണ്ണിനോട് നീ അതാക്കി മാറ്റിയാ തന്നെ അന്റെ സ്ഥാനേടോ. ആരെക്കുറിച്ചാ ഈ പറയണ്? ഞങ്ങളോടുള്ള ദേഷ്യം ആരോടായി തീർക്കണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത സ്റ്റെപ്പിലോ പറയുന്നുണ്ട്, ഒരു വലിയനോ നബിക്കോ ഒരാൾക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എവിടെ എത്തിയവർ? നമ്മൾ എത്ര ശുക്ർ ചെയ്യണം നമ്മുടെ റബ്ബിന്. ആ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ ഇതിന് തെളിവ് പറയുന്ന അവസ്ഥയിൽ നിങ്ങൾ എത്തിയില്ലേ? തെളിവ് എന്തോ ആകട്ടെ, എന്തിനാ നിങ്ങൾ തെളിവ് പറയണത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവില്ലെന്ന് പറയാൻ അല്ലേ? ആ തെളിവ് ആർക്ക് വേണോ? ലോകം പഠിച്ചതാ ഹബീബിന് വേണ്ടിയല്ലേ. അവിടത്തേക്ക് കഴിവില്ല എന്ന് പറയാൻ അന്റെ തെളിവ് നോക്കിയെടുക്കല്ലേ ആശിഖീങ്ങൾ, മുഹിബീങ്ങൾ. ലോകം തലകുലിക്കുന്ന സ്ഥലമല്ലേ അത്? എന്നിട്ട് വഹാബിക്ക് മറുപടി കൊടുക്കുമ്പോൾ ഇമാമിങ്ങൾ എഴുതി വെച്ചത് അപ്പുറം പറയുന്നുണ്ട്. ഇസ്തിഗാസയും തവസ്സുലൊക്കെ വിശദീകരിച്ച് തൊലബുൽ സഹായം തേടലും അതിനവർ സഹായിക്കുന്നതും അതിനവർ കസ്ബൻ നൽകന്നെ ചെയ്തു തരുന്നതും ഒക്കെ കിതാബിൽ അടുത്ത പേജിലുണ്ട്. ഇവര് വായിക്കൂലല്ലോ. ഇനി ഒന്നുകൂടി വായിക്കുന്നത് കേട്ടോളൂ. മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു, വകദാബിൽ ഔലിയാഇ വസ്വാലിഹീന ലാ ഫർഖ ബൈന കൗനിഹിം അഹ്യാഅൻ വഅംവാതൻ ലിഅന്നഹും ലാ യഖ്ലുഖൂന ശൈഅ വലൈസ ലഹും തഅ്സീറുൻ ഫീ ശൈ. ഇതേപോലെ തന്നെയാണ് ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ. അവരും ഒന്നിനെയും പടച്ച് നമുക്ക് തരുന്നില്ല എന്നല്ല, അവരൊന്നിലും ഒരു തഅ്സീറും ഉണ്ടാക്കുന്നില്ല, അവരൊന്നിലും ഒരു പ്രതിഫലനവും ഉണ്ടാക്കുന്നില്ല. പിന്നെയോ നമ്മൾ അവരോട് ഇസ്തിഗാസ നടത്തുന്നത്, നമ്മൾ അവരോട് തവസ്സുൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വഇന്നമാ യതബറകു ബിഹിം ലികൗനിഹിം അഹിബ്ബാ അല്ലാഹി തആല. നമ്മൾ അവരുടെ ബറക്കത്തിന് വേണ്ടിയാണ് അവരോട് ഇസ്തിഗാസ നടത്തുന്നത്. ആ ബറക്കത്ത് കൊണ്ട് അവരുടെ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളാണ്.
അപ്പൊ അവരുടെ ബറക്കത്തിന് വേണ്ടിയാണ് നമ്മൾ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ നടത്തുന്നത് എന്ന് സൈനി ദഹ്ലാൻ രേഖപ്പെടുത്താൻ. എന്നിട്ടും തീരുന്നില്ല. വഅമ്മൽ ഖൽഖു വൽ ഈജാദു വൽ ഇഅദാമു വൻ നഫ്ഉ വൽ ളർറു ഫഇന്നഹു ലില്ലാഹി വഹ്ദഹു ലാ ശരീക ല. ഇതൊക്കെ ഇബ്നു അബ്ദുൽ വഹാബിന് കൊടുക്കുന്ന മറുപടിയാണ്. അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ എന്തിനാ അവരെ വിളിക്കുന്നത്? അവരല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളാണ്. അള്ളാഹു കൊടുക്കുന്ന കഴിവേ അവർക്കുള്ളൂ. അള്ളാഹു തആല കൊടുക്കുന്നതല്ലാതെ അവർക്കില്ല. ഇത് ഇബ്നു അബ്ദുൽ വഹാബിനെ ഗണ്ണിക്കാൻ വേണ്ടി പറഞ്ഞത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഔലിയാക്കൾക്ക് ഒരു തഅ്സീറുമില്ല, ഒരു എന്തെങ്കിലും ഒരു ഫലം ചെയ്യാൻ കഴിയില്ല എന്ന് വാദിക്കുന്നിടത്ത് വരെത്തി. നിങ്ങൾക്കറിയോ, അബ്ദുൽ ഗനിയുൻ നാബൽസി തങ്ങൾ ഇവർക്കെതിരെ ഒരു കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. ഔലിയാക്കന്മാരെ യാ ശൈഖ് എന്ന് വിളിച്ചാൽ, യാ ഗൗസ് എന്ന് വിളിച്ചാൽ അവർക്ക് ആ കാര്യം ചെയ്തു തരാൻ കഴിയുമെന്നും അതിനവർക്ക് തഅ്സീർ ഉണ്ടെന്നും വളരെ വ്യക്തമായി നമ്മുടെ ഇമാമിങ്ങൾ കിതാബ് എഴുതിയതാ. അതിങ്ങോട്ട് മാറ്റിമറിച്ചിട്ട് ഇവനിങ്ങോട്ട് കൊണ്ടുവന്ന് ഈ മറുപടി പറഞ്ഞ ഭാഗം ഇവിടെ വെച്ചു കൊടുത്തിട്ട് ഒരു കഴിവില്ല എന്ന് പറയാം. ഇസ്തിയാസ ചെയ്തിട്ട് തന്നെ കാര്യമില്ല അത്രേ. അത് കേട്ടോളൂ ഇനി അടുത്തും കൂടി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇല്ലാ ഇദാ ഇതഖദ തഅ്സീറ ലിമൻ നാദാഹു ഔ തവസ്സല ബിഹി. സൈനി ദഹ്ലാൻ പറയാൻ, വിളിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ തവസ്സുലാക്കുന്ന ആൾക്ക് എന്തെങ്കിലും തഅ്സീറുണ്ട് എന്ന് വിശ്വസിച്ചാലൊഴികെ. അങ്ങനെ തഅ്സീറുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിളിക്ക് കുഴപ്പമുണ്ട് എന്നാ പറയുന്നത്. നോക്കുങ്ങള്, നമ്മളൊരാളെ വിളിക്കാണ്, യാ ശൈഖ് മടവൂർ, യാ ശൈഖ് ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജിലാനി, യാ റസൂലല്ലാഹ്. ഈ വിളിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രതിഫലനം അവർക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അതിൽ കേടുണ്ട് എന്നാ പറയുന്നത്. എങ്ങനെയുണ്ട് എ പിക്കാരെ നിങ്ങളെ കഥ? എന്താ സൈനി ദഹ്ലാൻ പറഞ്ഞത്? എന്താ ഇമാം ഇത് ആര് പറഞ്ഞതാ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാന്റെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് അവർ കുന്തു ലഹു സംഅൻ വബസറാ, ഞാൻ അവരുടെ കൈയും കാലും കാഴ്ചയും കേൾവിയും എല്ലാം ആകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുദ്സിയായ ഹദീസാ. അല്ല പറയല്ലേ, ആ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അവർക്കല്ല സ്പെഷ്യൽ ഖുദ്റത്ത് കൊടുക്കുകയാണ്. സ്പെഷ്യൽ ഖുദ്റത്ത് കൊടുക്കുന്നതിന് ഉദാഹരിക്കുന്നു സയ്യിദുനാ അലിയാര് തങ്ങൾ കണ്ടില്ലേ, ഖൈബറിന്റെ കോട്ട. ആ കോട്ടയുടെ വാതിൽ 100 ആള് പിടിച്ചാൽ പോരാത്ത ആ വാതിൽ ഒറ്റ കൈകൊണ്ട് പിടിക്കല്ലേ. അവിടെ ഇമാം റാസി എഴുതാണ്, വലാലിക്കലി അന്ന അലിയൻ റളിയല്ലാഹു അൻഹു ഫീ ദാലിക്കൽ വഖ്തി ഇൻഖത നദറുഹു അൻ ആലമിൽ അജ്സാദ്. ആ നേരത്ത് മൂപ്പർ വേറൊരു ലോകത്തെത്തിന്നാ പറഞ്ഞ്, ശാരീരിക ലോകമൊക്കെ വിട്ടു. എന്നിട്ടോ അല്ലാഹ് ഫലാ ജറമ ഹസല ലഹു മിനൽ ഖുദ്റ മാ ഖദറ ബിഹി അലാ മാ ലം യഖ്ദിർ അലൈഹി ഗൈറുഹു. മറ്റുള്ളവർക്കൊന്നും കഴിയാത്ത വലിയ ശക്തിയും ഖുദ്റത്തും കിട്ടി. എന്നിട്ട് ഇമാം റാസി പറയാ, വകദാലിക്കൽ അബ്ദു ഇദാ ബാലമ അല ത്വാഅത്ത് ബലഗ ഇലൽ മഖാമിൽ ലദി യഖൂലുല്ലാഹു. ഇത് ഏപിക്കാരോട് വായിക്കേണ്ടി പറഞ്ഞാണ് ഏടെത്തി ഓലിപ്പോ. അല്ല പറഞ്ഞതിന്റെ അർത്ഥം ഇമാം റാസി പറയാണ്, ഞാൻ അവരെ കാഴ്ചയാകും കേൾവിയാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖദറ അല തസറുഫി ഫി സ്വഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബ്. അവർക്ക് കഴിയും. കണ്ടോ ഇബാറത്ത് ഖദറ. അവർക്ക് കഴിയും ലോകത്തെവിടെയും കൈകാര്യം ചെയ്യാൻ, വിളിക്കുത്തരം ചെയ്യാൻ അവർക്ക് കഴിയും. കഴിയൂലാന്നോ? പ്രതിഫലനം ചെയ്യാൻ കഴിയൂലാന്നോ? സൈനി ദഹ്ലാൻ തങ്ങൾ അവരോട് പറയുന്നത്, ഈ വാദിച്ച പോലെ സ്വയം ചെയ്യാൻ കഴിയില്ല. അതാ സൈനി ദഹ്ലാൻ പറയുന്നത്. മുമ്പേ ശേഷം വിശദീകരിക്കുന്നുണ്ട്. അഹ്ലുസുന്നയുടെ അഖീദ ഫത്ഹുൽ ബാരി എടുക്ക്. ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്നത് കണ്ടോ, വലഹു സിഫത്തുൻ
تتم له بها الأفعال الخارقة للعادات كالصفة التي بها تتم لغيره الحركات الاختيارية. സാധാരണക്കാരായ ആളുകൾക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ഇതുപോലെ അസാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിഫത്ത്, ഒരു കഴിവ് അതാർക്കുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സിഫത്ത് കൊണ്ടാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാര് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നതും ലൗഹുൽ മഹ്ഫൂദ് നോക്കുന്നതും. ഇതൊക്കെ അതിൽപ്പെട്ടത്. ഇതാരാ, ഏത് ഇമാമാ പറയാത്തത്? അവർക്ക് കഴിവില്ലെന്നോ, അവർക്ക് തൗഫീറല്ലെന്നോ, അവർക്ക് ശക്തി. അതിന് ഇയാളിപ്പോൾ ലാസ്റ്റ് ചെയ്തെന്താ അറിയോ? ഇസ്തിഗാസയും തവസ്സുലും ഇതൊക്കെ ഒന്നാണത്രേ. ഇതുകൊണ്ടൊക്കെ ഒറ്റ മുറാദാണ്. പേരോളതാളെ പറഞ്ഞിട്ടുണ്ട്. അവശനായ വാപ്പനെ പോലെയാണ്, പ്രത്യേകമായിട്ട് ഒന്നിനും കഴിയൂല. ഓരോ ബറക്കത്തോണ്ട് എന്ന് പറയാ. ബറക്കത്തോണ്ട് എന്ന് പറയണേ ഇവർ കേൾക്കണം തന്നെയല്ല. അതാളെ ചെറുമോത്ത് ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ കേൾക്കണമെന്നുണ്ടോ ഇതൊക്കെ ചോദിച്ചില്ല. ഇവിടെ കാഠിന വഹാബികളായില്ലവർ. ശംസുലുലമുണ്ടെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും പോരാട്ടം നിങ്ങൾക്കെതിരെ ആയിരിക്കും. ആ ദൗത്യമാണ് ഞങ്ങൾ ഇന്ന് നിറവേറ്റുന്നത്. നിങ്ങളെ ഞങ്ങൾ വിചാരണ ചെയ്യൂല എന്നാ മനസ്സിലാക്കിയത്. ഓരോന്നിനെ തലകെട്ടും തൊപ്പിയിട്ട് ഇറക്കിയിട്ട് ദാ കുരുവട്ടൂരികൾ ഒലിച്ചു എന്ന് പറഞ്ഞാൽ ആദർശം ഞങ്ങളെ കയ്യിലാണല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്, അതിന് പ്രതിഫലനമുണ്ട്. അല്ലാഹു കൊടുത്തതാണ്, അത് പറയേണ്ടതില്ല. അത് പറയാൻ അധികാരം അത് മശായിഖിന, അവരത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നിൻ്റെ ഗൗരവമാണ് നിങ്ങളെ സൂചിപ്പിച്ചത്. ഒന്നുകൂടി കണ്ടോളൂ, അയാൾ എന്നെ പറയട്ടെ. ാക്കാൻ തയ്യാറുണ്ടോ? എന്നിട്ട് മഹാനവറുകൾ പറയാൻ ഫത്തവസ്സുലു വത്തശഫ്ഫുഉ വൽ ഇസ്തിഗാസതു കുല്ലുഹാ ബിമഅനം വാഹിദ്. ശഫാഅത്ത് തേടലാണെങ്കിലും തവസ്സുൽ ചെയ്യലാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും എല്ലാം ഒരൊറ്റ അർത്ഥത്തിനാണ്. വലൈസ ലഹാ ഫീ ഖുലൂബിൽ മുഅ്മിനി മഅനൻ ഇല്ല തബറുകു ബിദിക്രി അഹിബ്ബാഇല്ലാഹി തആല. ഇങ്ങനെ ഇസ്തിഗാസയും തവസ്സുലും ഒക്കെ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ മഹാന്മാരുടെ പേരു പറയൽ കൊണ്ടുള്ള ബറക്കത്തല്ലാതെ വേറെ ഒരു അർത്ഥവുമില്ല എന്ന് രേഖപ്പെടുത്താൻ. വ്യക്തമല്ലേ കാര്യം? അപ്പൊ കഴിഞ്ഞില്ലേ കഥ? നമ്മൾ ഇസ്തിഗാസ ചെയ്താലും തവസ്സുൽ ചെയ്താലും ആ പേര് കൊണ്ട് ബറക്കത്തെടുക്കാന്നല്ലാതെ ഒന്നുമില്ല. തെളിവുമായി. ഇത്ര കാലങ്ങൾ എന്തിനാണോ പിന്നെ ഇസ്തിഗാസയും പറഞ്ഞ് നടന്നത്? തെളിവൊക്കെ ഞങ്ങൾ പിന്നെ പറയാം. ഇസ്തിഗാസ എന്താ? നിങ്ങളെ മൗലവി, നിങ്ങളുടെ ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്താ? ഔലിയാക്കൾക്ക് ഒരു കഴിവില്ല, ഒരു പ്രതിഫലനവും ഇല്ല, ഒന്നും ചെയ്യാൻ കഴിയൂല, അത് ബറക്കത്ത് കൊണ്ട് കിട്ടല് മാത്രം. ഇതാ നിങ്ങൾ ഇസ്തിഗാസ. നിങ്ങൾ തന്നെ പറഞ്ഞ അതാണോ? നിങ്ങൾ വായിച്ച കിതാബ് അതിൻ്റെ ആശയം ആദ്യം പറയാണ്. എല്ലാവരും ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്യുന്നത് ഔലിയാക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്നിട്ട് മൂപ്പരത് ഓരോന്നോരോന്ന് വിശദീകരിക്കുകയാണ്. ഇസ്തിഗാസ പറഞ്ഞ തവസ്സുലല്ല, അത് തൊലബുൽ മഊനത്താണ്, സഹായം തേടലാണ്. തേടുന്ന ആളോട് ആ കാര്യം കിട്ടാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. ഇതൊക്കെ വ്യക്തമായി അദ്ദുററുസ്സനിയ ഫിർറദ്ദി അലൽ വഹാബിയ എന്ന ഈ പറഞ്ഞ സൈനി ദഹ്ലാൻ തങ്ങളുടെ കിതാബിലുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അതിന് വേണ്ടി ഒരു ഗണ്ണൻ തന്നെ വേണമെങ്കിൽ പിന്നെ നടത്താം. ഇപ്പം ഞാൻ പറയുന്നു ഇവരെവിടെ എത്തി എന്നാണ്. ഇവരെവിടെ എത്തി? ഇവരെന്തിനാ തെളിവ് പറയുന്നത്? ഇവരെന്തിനാണ് ഈ കിതാബ് വായിക്കുന്നത്? നിങ്ങൾ എന്താണോ മുമ്പ് പറഞ്ഞിരുന്നത്? അലവി സഖാഫി ഇസ്തിഗാസ പറഞ്ഞ ബറക്കത്ത് തേടല എന്ന് അവിടെ പറഞ്ഞിട്ട്. അലവി സഖാഫി മുഅ്ജിസത്ത് കറാമത്തുണ്ട്, അവർക്കൊരു സിദ്ധിയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അവരോട് തേടലാണ് ഇസ്തിഗാസ. അല്ലാതെ ഓരോ പേരുകൊണ്ട് ബർക്കത്തെടുക്കുക എന്ന് മാത്രം വിചാരിച്ച് തേടലല്ല. ഇത് നിങ്ങൾ പഠിപ്പിച്ചതല്ലേ അടുത്ത കാലം വരെ? നിങ്ങൾക്ക് എന്താ പറ്റിയത്? ശംസുലുലമയുടെ ശാപം, ശംസുലുലമയുടെ കുരുത്തക്കേട് ഒന്ന് പറഞ്ഞിട്ടുള്ള അലവി സഖാഫി എന്താ ഇസ്തിഗാസ എന്ന് പറഞ്ഞുതരും. എന്നാൽ നാം ഇവിടെ പരാമർശിക്കുന്ന ഈ ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയ മഹാത്മാക്കളുടെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലും ആ മുഅ്ജിസത്ത് കറാമത്ത് മുഖേന അവരോട് തേടുക, ചോദിക്കുക, ഇതിനാണ് ഇസ്തിഗാസ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്.
അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാത്മാക്കളായ ആളുകളോട് നാം സഹായം ചോദിക്കുകയാണ്. അത് അവരുടെ ജീവിതകാലത്തും അവരുടെ വഫാത്തിന് ശേഷവും നമ്മൾ കണ്ടോ, വെറും ബറക്കത്ത് തേടലല്ലാതെ അവർക്കൊരു സിദ്ധിയുണ്ട്, അല്ല അവർക്കൊരു കുതിരത്ത് കൊടുത്തിട്ടുണ്ട്, ആ നിലക്കുള്ള തേട്ടമാണത്. അപ്പൊ മാത്രല്ല അതിന് പരിധി വെക്കാൻ പാടില്ല എന്നാ മുമ്പ് വാള്. ഇതൊക്കെ പഴങ്കഥ കേട്ടോ. AP വിഭാഗം എന്ന് പറഞ്ഞ ടീമിന്റെ അധപ്പതനം നമ്മളിങ്ങനെ കാണുകയാണ്. സുന്നി അല്ലാന്ന് ശംസുലമ പറഞ്ഞതിൻ്റെ അതിങ്ങനെ തെളിഞ്ഞു വരുന്ന നോക്കി നിങ്ങൾ. ശംസുലമൻ്റെ വാക്കിൻ്റെ ഒരു ബലം. പഴയ കാലത്ത് പറഞ്ഞ് കഴിവുണ്ട് എന്നല്ല, അള്ള കൊടുക്കുന്ന കഴിവിന് പരിധി വരെ നിശ്ചയിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പം പറയുന്നത് ഒരു പ്രതിഫലനവും ഇല്ലാതാണ്, വെറും ബറക്കത്തോണ്ട് ഇങ്ങനെ തേടുക എന്നല്ലാതെ ഒരു സംഭവം ഇല്ലാതാണ്. അലവി സക്കാഫിൻ്റെ ഒന്നുകൂടി പറയട്ടെ. അള്ളാഹുവിനുണ്ട് ആ കഴിവ്. അള്ളാഹു മഹാത്മാക്കൾക്ക് നൽകുന്നു. ഖുർആൻ പറയുന്നു ഇന്ന കഴിവേ നൽകുള്ളൂ എന്ന്. സ്കെയിലും വെച്ച് അളച്ച് നിങ്ങൾ ഇങ്ങനെ വേലി കെട്ടി പിടിച്ച് നിൽക്കണ്ട. പടച്ചോൻ പറയാ വല്ലാഹു യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ നൽകുന്നു. തഫ്സീർ ഇബ്നു കസീറാണ് ഞാൻ പറയുന്നത്. കണ്ടോ, അയ്യർസുഖു മയ്യശാഉ മിൻ ഖൽഖിഹി വയുൽഖീഹി അതാഅൻ കസീറൻ ജസീലൻ. വമ്പിച്ച കൊടുതി കൊടുക്കും. ബിലാ ഹസനിൻ, ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 1000 എന്ന് പറഞ്ഞ് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 2000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. 10000 എന്ന് ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. വലാ തഅദാദിൻ, എണ്ണി കണക്കാക്കാനും പറ്റൂല. അങ്ങനെ അല്ലാഹു നൽകുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ മാത്രല്ല ആഖിറത്തിലും നൽകുന്നു. കമാ ജാഅ ഫിൽ ഹദീസി, ഹദീസിൽ അത് വന്നിട്ടുണ്ട്. മുജാഹിദ് മൗലവിന്റെ ലോകത്താകെ നടന്നുള്ള വെല്ലുവിളിയാ. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ഭാഗത്ത് കേട്ടാൽ കേൾക്കാൻ കഴിയും, കാണാൻ കഴിയുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഒരാൾക്കും വിശ്വാസമില്ല, ഖുർആനിലില്ല, സുന്നത്തിലില്ല. നുണ പറയാൻ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഖുർആൻ പഠിക്കണ്ടേ, ഹദീസ് പഠിക്കണ്ടേ? ഒറ്റ ശ്വാസത്തിൽ 33 കളവ് പറയാൻ പഠിച്ചിട്ടുണ്ട്. ഒറ്റ ശ്വാസത്തിൽ 300. നല്ല മറുപടി. അപ്പൊ മൊത്തം ബൽക്കാം. കഴിവ് കൊടുത്തിട്ടുണ്ട്, അതിന് പരിധിയില്ല. സ്കെയിലും വെച്ച് നടക്കണ്ട, കൊടുക്കുന്ന കഴിവിന് പരിധിയില്ല. ഇത് വാഴ് പറഞ്ഞിരുന്ന നിങ്ങളിപ്പോ പറയുന്ന എന്താ? ഒരു പ്രതിഫലനവുമില്ല. തേടിയാത്തതിന് അതിന്റെ അർത്ഥം എത്ര? ഇനി മാറാൻ പറ്റൂല നിങ്ങൾക്ക്. നിങ്ങൾ മുജാഹിദിന്റെ അപ്പുറം പോയി എന്ന് മശായിഖ് പറഞ്ഞത് കൃത്യമായില്ലേ? ഇനി നിങ്ങൾ നശിച്ചു എന്നുള്ളതിന് വേറെ തെളിവാണോ കൂട്ടരെ? മാത്രല്ല നമ്മളെ അണ്ടോണക്കാരനും വന്നതിനതിൽ ഇതെല്ലാം കണക്കാണ്. ഒരു മദനി മാത്രമല്ല, പേരോടിനെ നിമിത്തം ഉണ്ടല്ലോ, നിമിത്തം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ചങ്ങായി വന്നിന്, മറ്റേ വമീനല്ലതി വന്നിന്. അയാളെ പറയുന്നുണ്ട്, ഒന്ന് വെച്ച് ആദ്യം അയാളോട് ചോദിക്കണം, ആ ചോദ്യം ഒന്ന് വെച്ചു കൊടുക്കുക. ഇവിടെ അത്ഭുതങ്ങൾ പ്രകടമാകുമ്പോൾ അത് മോചിതത്വം, ഔലിയാക്കന്മാരിലൂടെ പ്രകടമാകുമ്പോൾ അത് കറാമത്തുമാകുന്നു. ഈ വിഷയത്തെ ഡോക്ടർ രോഗം മാറ്റുന്നതിനോടും മരുന്ന് ശിഫ നൽകുന്നതിനോടും ഉപമിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സംസാരിച്ച ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ചില തൽപര കക്ഷികൾ ഉസ്താദിനെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ രണ്ട് നിമിത്തങ്ങളും വ്യത്യാസമുണ്ടോ? അതാണ് ചോദ്യം. ഡോക്ടർ ചോദ്യം. അതായത് ഡോക്ടർ നിമിത്തമാണ്, ഗുളിക തരും, ഓല ഭാഷ. ഔലിയാക്കന്മാര് നിമിത്തം, ഓലെന്ത് ചെയ്യും? ഓല ബറക്കത്തോണ്ട് അള്ള മാറ്റും. അതാണല്ലോ, രണ്ടും ഒരേപോലെയാണ് എന്ന് പേരോട് ഉസ്താദ് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പാരസിറ്റാമോൾ പോലെയാണോ ശൈഖ് മടവൂ? ഒരിക്കലും അല്ലല്ലോ. അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് കിതാബ് എടുത്തിട്ട് പറയാണ് ശരിയാണ്, രണ്ടും ഒരുപോലെയാണ്. ഡോക്ടറുടെ മരുന്നും ഔലിയാക്കന്മാരും ഒക്കെ ഒരുപോലെയാണ് എന്ന് കിതാബുൽ ഇബ്രീസിലുണ്ട്. നല്ല കിതാബാണ് കിട്ടിയത്. ഇബ്രീസ് ആരെ കിതാബ്? അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ കിതാബ്, സൂഫിയാക്കളുടെ നേതാവ്. അതിലുണ്ട് അത്ര. ചങ്ങായി ഒന്ന് പറയാം, ആദ്യം ഒന്ന് വായിക്കട്ടെ. അടച്ചോനെ, ഇതൊക്കെ ഇപ്പൊ ചെയ്യാൻ കഴിയോ എന്ന്. ഹക്കീക്കത്തിന്റെ നോട്ടം കൊണ്ട് നീ നോക്കിയാൽ, ആര് പറയാ?
ഇബ്ലീസ് പറയാ ഹക്കീക്കത്തിന്റെ നോട്ടം കൊണ്ട് നോക്കിയാൽ വജത്തൽ ഫാഇല ലഹാ, ഇത് ചെയ്യുന്ന ആള് ഹുവൽ ഹഖ് സുബ്ഹാന, അതാര് മാത്ര ഹുവൽ ഹഖ് സുബ്ഹാന. ഫസലിന്റെ ദമീർ കൊണ്ടുവന്നാൽ അവിടെ എന്ത് കിട്ടും? ഹസർ കിട്ടും. അതാര് മാത്രമാണ്? അല്ലാഹു തആല മാത്രമാണ്, ഈ വലിയല്ല. അതാണ് ഹക്കീക്കത്തിലെത്തിയവർക്കുള്ള അതിനുള്ള ഹക്കീക്കത്തിന്റെ നോട്ടം. അപ്പൊ ഇവരിപ്പോഴും ശിശുക്കളാ, ഈ കറക്ക് സംഖ്യ ഇപ്പോഴും എന്തായിട്ടുള്ളൂ? ശിശുക്കളായിട്ടുള്ളൂ. പറയുമ്പോൾ ഉന്നതമായ ഹദറത്ത് നിന്ന് തൊള്ളോണ്ട് വിട്ടിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ബഹുമാനപ്പെട്ട് പറയാ വഹും, ആര്? ഈ ഔലിയാക്കൾ മഹ്മൂലൂന, അവരെ വഹിപ്പിക്കപ്പെട്ടതാണ്. ഈ വലിയ വലിയ പണിന്റെ മേലിൽ ഓല ഹംല് ചെയ്യപ്പെട്ടതാണ്, ചുമത്തപ്പെട്ടതാണ്. കഗൈരിഹിം, അവരല്ലാത്തവരെ പോലെ തന്നെ, മിനൽ മഖ്ലൂഖാത്തി, പടപ്പുകളിൽ നിന്ന് ഓലല്ലാത്തവരും ഉണ്ടല്ലോ അങ്ങനത്തെ ഓരോ പണി ചെയ്യണ്. ഏത് പണിയാണെങ്കിലും ചെയ്യണ്. അപ്പൊ അവിടെ ആരാ യഥാർത്ഥ ഫായില്? അള്ളയാണ്. ഇവരാരാ? ഇവര് നിമിത്താണ്. ഇവരതിന്റെ മേലെന്തായതാണ്? അള്ളാഹു ഹംല ചെയ്തതാണ്. മിൻ ഗൈരി ഫർഖിൻ, ഔലിയന്റെ ഇടയിലും മറ്റു മഖ്ലൂഖിന്റെ ഇടയിലും എന്തില്ല? ഒരു വ്യത്യാസവും ഇല്ല. എങ്ങനെയുണ്ട്? ഒക്കെ ഒന്നിനൊന്ന് മെച്ചാ. കുല്ലുഹും ഫിന്നാർ, ഒരു ഹിസാബും ഇല്ലാതെ നരകത്തേക്ക് പോവാനുള്ള തനി സംഘമായി മാറി. അതിനാരെ കിതാബ്? അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ കിതാബ്. അതിന്റെ ഫസ്റ്റ് വരിയാണ് അയാൾ വായിച്ചത്. അതായത് ഏത് കഴിവും അതിന്റെ യഥാർത്ഥ ഫായില്, ഹഖീഖത്തൻ ഫായില് ഹുവല്ലാഹ്, അത് അള്ളയാണ്. ആ വിഷയത്തിൽ ഒരു തർക്കവുമില്ല. ഏത് പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാനം ആരിൽ നിന്നാ? അള്ളാഹുവിൽ നിന്നാണ്. അതിൽ തർക്കമല്ല. അത് പറഞ്ഞു വെച്ചിട്ട് ബാക്കിയുണ്ട്. കള്ളൻ വായിക്കാതിരുന്നതാണ്, ഞാൻ വായിക്കാമത്. കുല്ലുമാ ഉഅ്തിയഹു സുലൈമാൻ ഫീ മുൽക്കിഹി അലൈഹിസ്സലാം വമാ സുഖിറ ലിദാവൂദ്, ദാവൂദ് നബിക്ക് കൊടുത്തതും സുലൈമാൻ നബിക്ക് കൊടുത്ത അധികാരങ്ങളും അഅ്താഹുല്ലാഹു തആല, അല്ലാഹ് കൊടുത്തിട്ടുണ്ട് ഈ ഉമ്മത്തിന്. ലി അഹ്ലി തസറുഫി മിൻ ഉമ്മത്തി മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിന് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഫഇന്നല്ലാഹ, അല്ലാഹ് സഖറ ലഹും, ആ ഔലിയാക്കൾക്ക് അധീനപ്പെടുത്തി കൊടുത്തു. അൽ ജിന്ന, ജിന്നിനെ, വൽ ഇൻസ, ഇൻസിനെ, വശയാത്വീൻ, ശൈത്താന്മാരെ, വരീഹ, കാറ്റിനെ, വൽ മലായിക, മലക്കുകളെ, ബൽ വജമീഉ മാ ഫിൽ അവാലിം, ലോകത്തുള്ള സർവ്വ വസ്തുക്കളും, ബി അസ്രിഹ, അത് മുഴുവനും, മക്കനഹും മിനൽ ഖുദ്റ, അതൊക്കെയും അള്ളാഹു അവർക്ക് അധികാരപ്പെടുത്തി കൊടുത്തു. വമക്കനഹും, അള്ളാഹ് അവർക്ക് തംകീൻ ചെയ്തു കൊടുത്തു, അധികാരപ്പെടുത്തി കൊടുത്തു. മിനൽ ഖുദ്റ, പാരസിറ്റമോൾ പോലെയുള്ളത് സ്പെഷ്യൽ കുദ്റത്ത് കൊടുത്തു. അലാ ഇബ്രാഇൽ അക്മഹി വൽ അബ്റസി വഇഹ്യാഇൽ മൗതാ, കണ്ണു കാണാത്ത ആളെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിയും, വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ കഴിയും, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാൻ പറയാണ്, ഈ ലോകത്ത് മാത്രമല്ല, വലഹുമുത് തസറുഫു ഫിൽ അവാലിമി കുല്ലിഹാ, ലോകം മുഴുവനും അവർക്ക് അധികാരമുണ്ട്, എല്ലാ ലോകത്തും. ഹത്താ ഫിൽ ഹുജുബിസ് സബഈൻ, ഹുജുബുസ് സബഈനിൽ വരെ. മർക്കസിന്റെ ഓഫീസല്ലേ? ഹത്താ ഫി ആലമിർ റഖാ, അത് എവിടെയാണ്? മാ ഫൗഖൽ ഹുജുബിസ് സബഈൻ, 7 ആകാശവും കടന്ന് അർശിന്റെയും അപ്പുറത്തുള്ള സ്ഥലമാണത്. അവിടെയുള്ളവരിൽ വരെ ഭൂലോകത്തുള്ള ഔലിയാക്കൾക്ക് അധികാരമുണ്ട്. ഫലാ യഹ്ജുസു ഫീ ഖാതിരി വാഹിദിൻ മിൻഹും ശൈഉൻ ഇല്ലാ ബിഇദ്നി അഹ്ലി തസറുഫി, ആ ആലമിലുള്ള ഒരാള് ഒരു കാര്യം ചിന്തിക്കണമെങ്കിൽ ഭൂമിയിലുള്ള അൽ ഖുതുബിന്റെ സമ്മതം വേണമെന്നും അവർക്ക് അത്രയും വലിയ സ്പെഷ്യൽ കഴിവ് കൊടുത്തതാണെന്നും പച്ചയായ അറബിയിൽ എഴുതി വെച്ച് ഇത് രണ്ടും രണ്ടാണെന്ന് തെളിയിച്ച അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളെ കിതാബെടുത്ത് തോന്നിവാസം നടത്തുന്ന മുശാവറക്കാരെ, നിങ്ങളാണ് ഈ കാലഘട്ടത്തിന്റെ ശാപം. എവിടുക്കാങ്ങൾ കൊണ്ടുപോണ്? ഈ ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, ഞാൻ നീട്ടുന്നില്ല, ഇനിയും പറയാണ്ട്, നിർത്തില്ല നമ്മള്. പലരും ഇങ്ങനെ വിളിക്കാം മസ്ലഹത്തെ, ഇവനേറ്റാ മസ്ലഹത്തിന്. ഞങ്ങൾ പറഞ്ഞ ആശയമുണ്ടല്ലോ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് തവസ്സുലല്ല. തവസ്സുൽ വേറുണ്ട്,
ഇത് നേർക്ക് നേരെ തേടുകയാണ്. ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. അതാണ് സാവിയത്ത് സൂഫിയ പറയുന്നത്, അതാണ് മടവൂർ കോട്ട പറയുന്നത്, അതാണ് മശായിഖിന്റെ അഹ്ലു ഒന്നടങ്കം പറയുന്നത്. ഞങ്ങളെ ഹിദായത്തിലാക്കി തരണം. എന്താ അങ്ങയോട് ചോദിക്കാൻ കാരണം? ഫല്ലാഹു അഅതാകഹു, അതിന്റെ അധികാരം നഫ്ഇല്ല തഅ്സീറില്ല ഏഴ് നാടോ വരുന്നത് അല്ല തന്നിട്ടുണ്ട് അങ്ങേക്ക്. ഫഅൻത മാലികുഹു, നിങ്ങളാണ് അതിന്റെ ഉടമക്കാരൻ. അതാ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ വിളിച്ചത് യാ മാലികി യാ റസൂലല്ലാഹ്. ഒന്നുമില്ലാത്ത ആളല്ലേ മുത്തു റസൂല്. കഴിഞ്ഞ വാപ്പന്റെ ചർച്ച അങ്ങ് കാട് കയറിയപ്പോ ഇവന്മാർക്ക് ഓർമ്മയില്ലാതെയായി. ഇവരെ കുറിച്ചാണ് ശംസുലമ ഫൈനൽ ചെയ്തത്. ഇവര് സുന്നിയല്ല, ഇവര് സുന്നിയല്ല. നീ ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോണു. കാരണം മർക്കസിൽ നിന്നിറങ്ങിയ ബുക്ക് മജീദ് മുസ്ലിയാരാണ് എഴുതിയത്. ഇതിന്റെ 125-ാമത്തെ പേജിൽ ഇവരെ പ്രത്യേകം എടുത്തുദ്ധരിക്കാണ്. കേട്ടോളി, ദാ ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്. ഫൽ ഇസ്തിഗാസ, ഇസ്തിഗാസ എന്നത് ആദത്തുൻ ജാരിയ ബൈന സലഫി, അതിങ്ങനെ കാലാകാലങ്ങളായി നടന്നു വരുന്നതാണ്. ലാ കമാ യഫ്ഹമു ബഅ്ദുൻ നാസ് ഫി സമാനിൽ ഹാദിർ, ഈ കാലഘട്ടത്തിലെ ചിലർ പറയുന്നത് പോലെയല്ല. മിൻ അന്നഹും യഖൂലൂൻ, അവരെന്താ പറയുന്നത്? മർക്കസിലെ ബുക്ക ലാ ഖൂമു ബിൽ ഇസ്തിഗാസ, ഞങ്ങൾ നേരിട്ട് തേടൂല. ബൽ നതവസ്സൽ, ഞങ്ങൾ തവസ്സുലേ തേടൂ എന്ന് പറയുന്ന ചിലരുണ്ട്. ഫഹുവ മിൻ ഉലമാഇൽ മുനാഫിഖീൻ, ഫഹുവ കുറ്റ്യാടിക്കാരൻ ഇബ്ലീസ് മൗലവി കുല്ലുഹും മജ്മഊൻ മിൻ ഉലമാഇൽ മുനാഫിഖീൻ, കപട വിശ്വാസികളുടെ ലീഡർമാരാണ്. അതെ, കപടന്മാരുടെ ലീഡേഴ്സ് ആണ്.